നാഗകന്യക 3യുടെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ സൈകളുടെ പാലസിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ACP വരികയാണ്. ACP അവിടെ വന്നത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സൈകൾ. ശേഖർ വിളിച്ചിട്ടാണ് ACP ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്നത്. ശേഷം ACP ആരും കാണാതെ ജാമിനിയുടെ അടുത്ത് പോവുകയും ജാമിനിയാണ് സൗണ്ട് മാറ്റി ACPയെ വിളിച്ചതെന്നും ഇതുവരെയായും ബേലയ്ക്കെതിരായി ഒരു തെളിവും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ഫംഗ്ഷനിൽ ബേലയെ വാച്ച് ചെയ്യാൻ വേണ്ടി മഫ്തിയിൽ പോലീസുകാർ ഉണ്ടെന്നും ഇന്ന് തെളിവ് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് ACP അവിടെ നിന്നും പോകുന്നു. ACP പറഞ്ഞത് കേട്ട് ജാമിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം ACPയും പോലീസും ബേലയെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് ബേലയ്ക്ക് ജാമിനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജാമിനി ACPയോട് സംസാരിക്കുന്നതെല്ലാം വിശാഖ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ദക്ഷും വ്രതമും റിഹാനെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്ന വിശാഖ റിഹാനായി മാറുകയാണ്. റിഹാനെ കാണുന്ന അവർ ഡാൻസ് പാർട്ടിയിലേക്ക് റിഹാനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മറുവശത്ത് സുഹാനി ബേലയുടെ കയ്യിൽ കുറച്ച് പൂക്കൾ കൊണ്ടു കൊടുക്കുകയാണ്. സുമിത്ര എന്താണ് അതെന്ന് ചോദിക്കുമ്പോൾ ജാമിനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, അതാണ് ഈ പൂക്കളിലുള്ളതെന്ന് പറയുകയാണ് ബേല. ജാമിനി ഒരു രക്ഷസ് ആയതുകൊണ്ട് രക്ഷസിന്റെ സ്വരൂപം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ബേല ആ പൂക്കളിൽ എന്തോ ചേർത്തിട്ടുണ്ട്. ശേഷം റിഹാനും ജാമിനിയും ഡാൻസ് ചെയ്യുന്ന സ്ഥലത്തുള്ള എല്ലാ ലൈറ്റ്സും ബേല ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഡാൻസ് ചെയ്യുന്ന റിഹാന്റെയും ജാമിനിയുടെയും പുറത്തേക്ക് കയ്യിലിരിക്കുന്ന പൂക്കൾ വാരി എറിയുകയാണ്. പൂക്കൾ വീഴുന്നത് കാരണം ജാമിനിക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ശേഷം ബേല അവരുടെ ചുറ്റുമായി വച്ചിരിക്കുന്ന 7 കണ്ണാടികളെ മൂടിയിരിക്കുന്ന കർട്ടൻ മാറ്റുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശം കാരണം ജാമിനി യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയാണ്. ഈ സമയം മഫ്തിയിലുള്ള പോലീസ് അവിടെ മുഴുവൻ ഇരുട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. മാറ്റം മനസ്സിലാക്കുന്ന ജാമിനി ആരും ജാമിനിയുടെ മാറ്റം കാണാതിരിക്കാൻ വേണ്ടി റിഹാനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യുകയാണ്. റിഹാനും ബേലയും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ജാമിനി റിഹാനെ കയ്യിലിരിക്കുന്ന ഫോണിലുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. നാഗമായ ബേല രൂപം മാറുന്നത് വീഡിയോയിൽ കാണുന്ന വിശാഖ പേടിച്ചു നിൽക്കുകയാണ്. ജാമിനി വിശാഖയോട് റിഹാനായി കൂടെയുള്ളത് വിശാഖയാണെന്ന് അറിയാമെന്നും ജാമിനിയുടെ സത്യം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കാൻ ശ്രമിച്ചാൽ ബേലയുടെ സത്യവും എല്ലാവരും അറിയുമെന്നും മഹിയും എല്ലാവരും കൂടി ബേലയെ കൊല്ലുമെന്നും ഇതൊന്നും നടക്കണ്ട എങ്കിൽ ജാമിനിയെ വിശാഖ ഹെൽപ്പ് ചെയ്യണമെന്നും പറയുകയാണ്. അത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് വിശാഖ. ഈ സമയം ലൈറ്റ് ഓൺ ചെയ്യാൻ പോകുന്ന ബേലയുടെ പുറകെ മഫ്തിയിലുള്ള പോലീസ് നടക്കുന്നത് കാണുന്ന ബേലയ്ക്ക് അവർ ജാമിനി ഏർപ്പാട് ചെയ്ത ആളുകളാണെന്ന് ഡൗട്ട് തോന്നുകയാണ്. തുടർന്ന് ബേല ലൈറ്റ് ഓൺ ചെയ്യാൻ നോക്കുന്നത് കാണുന്ന വിശാഖ നാക്ക് ഉപയോഗിച്ച് ലൈറ്റ്സ് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ശക്തി പ്രയോഗിച്ച് അവിടെ കൊടുങ്കാറ്റുണ്ടാക്കുകയാണ്. ആ കാറ്റ് കാരണം പരസ്പരം ആർക്കും കാണാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കണ്ണാടി എല്ലാം തറയിൽ വീണ് പൊട്ടുകയാണ്. കണ്ണാടി പൊട്ടുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം വിശാഖ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുന്ന ബേല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കറണ്ട് വരുന്നു. കണ്ണാടി പൊട്ടിപ്പോയത് കൊണ്ട് ജാമിനി നോർമൽ ആവുകയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ചടങ്ങ് അലങ്കോലമായത് കൊണ്ട് വിഷമിച്ച് ജാമിനി നിൽക്കുകയാണ്. അത് കാണുന്ന സുമിത്ര കാറ്റ് കാരണം കണ്ണാടികൾ പൊട്ടിയതാണെന്നും ഇതൊരു അഭിഷേകനമല്ലെന്നും പറയുകയാണ്. എന്നിട്ട് സുമിത്ര ജാമിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ദേഷ്യം വന്ന് നിൽക്കുന്ന ബേല റിഹാനോട് വരാൻ പറയുമ്പോൾ റിഹാൻ ആരും കാണാതെ ബേലയുടെ പുറകെ പോവുകയാണ്. ബേലയുടെ അടുത്ത് പോകുന്ന റിഹാൻ വിശാഖയായി മാറുന്നു. വിശാഖയോട് ബേല എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിശാഖ ജാമിനി പറഞ്ഞ കാര്യങ്ങളും ഫോണിലുള്ള വീഡിയോ കാണിച്ചു കൊടുത്തതും ബേലയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും പറയുകയാണ് വിശാഖ. ജാമിനിയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ബേല. ഇതെല്ലാം ജാമിനി കേൾക്കുന്നു. ജാമിനിയുടെ സത്യം തെളിയിക്കാൻ വേണ്ടി ബേലയും വിശാഖയും നടക്കുന്നത് തടയാൻ വേണ്ടി ജാമിനി പൂജാരിയെ കൺട്രോളിലാക്കുകയാണ്. അപ്പോൾ പൂജാരി സുമിത്രയോട് വിവാഹത്തിന് ഇനി 20 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര എല്ലാവരോടും പറയാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ എല്ലാവരും മണ്ഡപത്തിലേക്ക് വരുന്നത് കാണുന്ന ബേല വിവാഹത്തിന് സമയം മാറ്റിയ കാര്യം അറിയുകയാണ്. സുമിത്ര ജാമിനിയെ വിളിച്ചുകൊണ്ട് വരാൻ ബേലയോട് പറയുകയാണ്. ബേല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിശാഖയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബേലയുടെ മുമ്പിൽ ACP വരികയാണ്. ACP ബേലയോട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ലൈറ്റ് ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും കണ്ടു. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പിന്നീട് മനസ്സിലായി. നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ വിവാഹം ഒരു ആക്സിഡന്റായി നടന്നതല്ലേ, നിങ്ങൾ യുവിയെ അല്ലേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബേല വിവാഹത്തിനുള്ള മുഹൂർത്തത്തിന് സമയമായി, ജാമിനിയെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ ACP ബേലയോട് പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ACPയെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. ശേഷം ജാമിനിയുടെ അടുത്ത് പോകുന്ന ബേല റൂമിന്റെ ഡോർ അടച്ചിട്ട് ജാമിനിയുടെ മുന്നിൽ ബേല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന ജാമിനി ബേലയോട്
ബേലയോട് ഇന്ന് നമ്മുടെ ലോകത്തിൽ ആദ്യമായി ഒരു രാക്ഷസും നാഗവും തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഈ വിവാഹം നടന്നാൽ വിശാഖയുടെ ശക്തികളെല്ലാം പോകും, ശേഷം നാഗറാണിയുടെ ശക്തികളും പോകുമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല നാഗമാകാൻ തുടങ്ങുന്നത് കാണുന്ന ജാമിനി രാക്ഷസായി മാറാൻ തുടങ്ങുന്ന സമയം അവിടെ സുമിത്രയും റിഹാന്റെ അമ്മ മുക്തിയും വരികയാണ്. അവർ ജാമിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. അതറിയുന്ന ബേല ജാമിനിയെ വിളിച്ചുകൊണ്ട് വരാമെന്നും ജാമിനി ഒരു ഫ്രണ്ടിനെ പോലെയാണ്, അതുകൊണ്ട് തന്നെ ജാമിനിയുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ബേലയ്ക്ക് മുന്നിൽ നിന്നും ചെയ്യണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര പെട്ടെന്ന് തന്നെ ജാമിനിയെ വിളിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര മുക്തിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ബേലയും ജാമിനിയും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം റിഹാനും ഒരുങ്ങി വരികയാണ്. റിഹാനെ ശേഖറും മുക്തിയും കൂടി സന്തോഷത്തോടെ മണ്ഡപത്തിൽ ഇരുത്തുകയാണ്. റിഹാൻ പേടിച്ച് മണ്ഡപത്തിൽ ഇരിക്കുന്നത് കാണുന്ന ജാമിനി ബേലയോട് നിങ്ങൾ രണ്ടു പേർക്ക് ഇപ്പോൾ എന്നെ പേടി തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ബേലയ്ക്ക് ബേലയെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. ബേല ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. ബേല ജാമിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പൂജാരി വിവാഹത്തിന്റെ മുഹൂർത്തം അടുത്തു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി റിഹാന്റെ അടുത്ത് പോയിട്ട് റിഹാനോട് ഇവിടെ നിന്ന് ഒളിച്ചോടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. റിഹാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല ബ്രോ എന്ന് പറയുകയാണ്. ഈ സമയം ബേലയും ജാമിനിയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാമിനി ബേലയ്ക്ക് ദേഷ്യം വരാൻ വേണ്ടി ഓരോന്നും പറയുകയാണ്. ബേല ഒന്നും പറയാതെയാണ് ജാമിനിയുടെ കൂടെ പോകുന്നത്. ഈ സമയം മണ്ഡപത്തിൽ നിൽക്കുന്നവരെല്ലാം ജാമിനിയെയും ബേലയെയും മുകളിൽ നിന്ന് വരുന്നത് കണ്ടതാണ്. പക്ഷേ ഇത്രയും നേരമായിട്ടും അവർ രണ്ടുപേരും താഴേക്ക് വരാത്തത് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഡൗട്ട് തോന്നുന്ന മുക്തി അവരെ അന്വേഷിച്ചു പോവുകയാണ്. പോകുന്ന വഴി മുക്തി ജാമിനിയുടെ ഷോള് തറയിൽ കിടക്കുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. മുക്തിയുടെ വിളി കേട്ട് എല്ലാവരും മുക്തിയുടെ അടുത്തേക്ക് പോവുകയാണ്. ബേലയെയും ജാമിനിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചും ടെൻഷനോടെ നിൽക്കുകയാണ്. ACPയും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആലോചിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അടുത്ത സീനിൽ നാഗമായ ബേല കാട്ടിന്റെ അകത്ത് കൂടി ജാമിനിയെ വാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പോവുകയാണ്. കാട്ടിന്റെ അകത്ത് പോകുന്ന ബേല പകുതി നാഗമായി മാറുന്നു. ബേല ജാമിനിയോട് വിശാഖ എന്റെ ദാസിയല്ല, എന്റെ ഫ്രണ്ടാണ്. വിശാഖയുടെ ശക്തികൾ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വഴിയിൽ തടസ്സമായി വന്ന നീ ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ബേല പറയുന്നത് കേട്ട് ജാമിനി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അത് കണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ബേല. എന്നിട്ട് ജാമിനി ബേലയോട് ഇവിടെ എന്നെ കൊണ്ട് വന്നത് നീ ആണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ ഈ ഐഡിയ എന്റേതായിരുന്നു. നാഗറാണിക്ക് രക്ഷസിന്റെ ചതികളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ കുറച്ചു ദിവസമായി നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് നാഗറാണിയെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ജാമിനി പറന്ന് എയറിൽ നിൽക്കുകയും ഒരു പ്രത്യേക സൗണ്ടിൽ അലറി വിളിക്കുകയും ചെയ്യുകയാണ്. ആ സൗണ്ട് കേൾക്കുന്ന ബേലയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. ബേല പതുക്കെ പതുക്കെ സാധാരണ രൂപത്തിലാവുകയും ബേലയുടെ ശക്തികൾ നഷ്ടപ്പെടുകയും ബേലയുടെ ബോധം പോവുകയും ചെയ്യുന്നു. മറുവശത്ത് ഒരു ഫംഗ്ഷൻ പോലും ഇവിടെ നേരാവണ്ണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സൈകൾ. ACPയും എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. വിശാഖയ്ക്ക് ഇതെല്ലാം ജാമിനിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം ജാമിനി ഒരു ഗുഹയ്ക്കകത്ത് ബേലയെ കൊണ്ടുവരുന്നു. കുറച്ചു കഴിയുമ്പോൾ ബേലയ്ക്ക് ബോധം വരുന്നു. അവിടേക്ക് ജാമിനിയും വരികയാണ്. മറുവശത്ത് റിഹാൻ ആരും കാണാതെ അവിടെ നിന്നും പോകുന്നു. മഹി ACPയോട് നിങ്ങളുടെ അശ്രദ്ധ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാനും പറയുകയാണ്. അത് കേൾക്കുന്ന ACP ആളുകളും അവിടെ നിന്നും പോകുന്നു. ശേഷം ബേലയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന മഹിയും അവിടെ നിന്നും പോവുകയാണ്. ശേഷം റിഹാൻ ബേലയെ അന്വേഷിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. റിഹാൻ വിശാഖയായി മാറി ക്ഷേത്രത്തിന്റെ അകത്ത് കയറി നോക്കുകയാണ്. ബേലയെ അവിടെ കാണാത്തതിൽ ടെൻഷൻ അടിക്കുന്ന വിശാഖ മഹാദേവനെ പ്രാർത്ഥിച്ച് ബേലയെ കണ്ടുപിടിക്കാനുള്ള വഴി കാണിച്ചു തരാൻ പറഞ്ഞു നിൽക്കുകയാണ്. മറുവശത്ത് ജാമിനി ബേലയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം ബേലയ്ക്ക് ശക്തികൾ കിട്ടുകയും ബേല നാഗമായി മാറുകയും ചെയ്യുന്നു. നാഗവും ജാമിനിയും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. പകുതി നാഗമായി മാറുന്ന ബേല ജാമിനിയോട് എന്നെ എന്ത് ചെയ്താലും നിനക്ക് നാഗമാണിക്യം കിട്ടില്ല എന്നും ജാമിനിയെ ബേല കൊല്ലുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ജാമിനി നേരത്തെ ഉണ്ടാക്കിയ പ്രത്യേക സൗണ്ട് വീണ്ടും ഉണ്ടാക്കുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകാത്തത് കൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജാമിനി. ബേല ജാമിനിയോട് നാഗങ്ങൾക്ക് ചെവി കേൾക്കില്ല, നീ ഉണ്ടാക്കിയ സൗണ്ട് ഞാൻ നേരത്തെ കേട്ടിട്ടില്ലായിരുന്നു. നിന്റെ പ്ലാൻ എന്തെന്നറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഞാൻ ബോധമില്ലാതെ കിടന്നത്. ഇപ്പോൾ നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയാം, അതൊരിക്കലും നടക്കില്ല എന്ന് പറയുകയാണ് ബേല. അത് കേൾക്കുന്ന
ജാമിനി ബേലയുടെ മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മഹിയുടെ കാര്യം എടുത്തിടുകയാണ്. മഹിക്ക് ബേലയെ ഇഷ്ടമാണെന്നും ബേലയ്ക്ക് മഹിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ബേലയ്ക്ക് മഹിയെ കൊല്ലാൻ കഴിയാത്തതെന്നും പറഞ്ഞ് ജാമിനി ബേലയെ കൺഫ്യൂഷനിലാക്കുകയാണ്. മറുവശത്ത് മഹാദേവന്റെ മുന്നിൽ നിൽക്കുന്ന വിശാഖയ്ക്ക് ബേല എവിടെയാണെന്ന് മഹാദേവൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം അവിടേക്ക് മഹി വരുന്നു. മഹിയെ കാണുന്ന വിശാഖ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. മഹി ക്ഷേത്രത്തിന്റെ അകത്തെല്ലാം ബേലയെ നോക്കുകയാണ്. ബേലയെ അവിടെ കാണാത്തതിൽ വിഷമിച്ചു നിൽക്കുന്ന മഹി, ബേലയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ബേലയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കണം മഹാദേവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മഹി അവിടെ നിന്നും പോവുകയാണ്. മഹി പോകുന്നത് കാണുന്ന വിശാഖ നാഗമായി മാറി അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ബേലയും ജാമിനി രക്ഷസും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. അവിടെ ഒരു ചതുപ്പ് കാണുന്ന ബേല 5 തലയുള്ള നാഗമായി മാറി ജാമിനിയെ വാലിൽ ചുറ്റി ചതുപ്പിലേക്ക് എറിയുകയാണ്. ബേലയെ അന്വേഷിച്ചു പോകുന്ന മഹിക്ക് മുമ്പ് ഒരിക്കൽ ഗുഹയിൽ വെച്ച് ബേലയെയും ജാമിനിയെയും കണ്ടത് ഓർമ്മ വരുന്ന മഹി അവിടേക്ക് പോവുകയാണ്. മറുവശത്ത് ജാമിനി ചതുപ്പിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വിശാഖ വരുന്നു. ബേലയെ കാണുന്ന വിശാഖ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മഹി അവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവർ യഥാർത്ഥ രൂപത്തിലാവുകയാണ്. വിശാഖ റിഹാനായി മാറുന്നു. മഹി വരുമ്പോൾ കാണുന്നത് റിഹാൻ വീണ് കിടക്കുന്ന ബേലയെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ബേലയെ കാണുന്ന മഹി ബേലയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റിഹാൻ ജാമിനി ഒരു കവർച്ചാ സംഘത്തിലെ ആളാണെന്നും അവൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ട ബേല അവളുടെ പുറകെ പോയതാണ്. ജാമിനി ബേലയെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും സ്വർണം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയതെന്നും പറയുകയാണ്. ഈ കാര്യം എനിക്ക് നേരത്തെ ഡൗട്ട് തോന്നിയിരുന്നതാണ്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നതെന്നും ബേല എനിക്ക് ഫ്രണ്ട് മാത്രമാണെന്നും എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നും ഞാൻ ന്യൂയോർക്കിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് റിഹാൻ അവിടെ നിന്ന് പോവുകയാണ്. റിഹാൻ പോകുന്നത് കാണുന്ന മഹിയും ബേലയും അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ബോധം വരുന്ന ആദി ടേബിളിന്റെ ഷെൽഫിൽ നിന്ന് ചാടി പുറത്തു വരികയാണ്. ഈ സമയം പാലസിൽ വരുന്ന മഹി പറഞ്ഞത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നതെന്നും അതുകൊണ്ട് ഈ പാലസിൽ നിന്നും മാറണമെന്നും സുമിത്രയുടെ കുടുംബ വീട്ടിലേക്ക് പോകാമെന്നും പറയുകയാണ് സുമിത്ര. അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത സൈക്കിൾ അവിടെ നിന്ന് പോകുന്നു. മഹി സുമിത്രയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ റെഡിയാവുകയാണ്. മറുവശത്ത് ACPയെ കാണാൻ വരുന്ന അനു ACPയോട് റാവിയെ കാണാൻ പോകാമെന്ന് പറയുകയാണ്. ആദ്യമൊക്കെ ACP സമ്മതിക്കാതെ നിൽക്കുമെങ്കിലും അനു നിർബന്ധിച്ച് പറയുമ്പോൾ ACP അനുവിന്റെ കൂടെ പോവുകയാണ്. റാവിയുടെ അടുത്ത് അനുവിന് പോകാൻ കഴിയുമോ എന്നും ആദിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്